ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ്. അപ്പം ഇന്ന് ഞാനിപ്പം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും സ്ഥിരം ഇപ്പം ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കും, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ശകലം കപ്പ കഴിച്ചാലോ എന്നൊരു ഇത് തോന്നിയിട്ട് ഞാൻ കപ്പയൊക്കെ വാങ്ങിച്ചു. ഒരിച്ചിരിയേ വാങ്ങിച്ചുള്ളൂ, വേഗമെന്നൊന്നും അറിയത്തില്ല. അപ്പം കപ്പ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി, ഒരുപാട് കാലമായി കപ്പ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട്. എനിക്ക് ഈ 4 മണി ഒരു സമയത്ത്, ഒരു 4 മണി, ഈ ഒരു 5 മണി വൈകുന്നേരം സമയത്ത് കപ്പ റോസ്റ്റ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ കപ്പ കുഴച്ചത് എനിക്ക് കപ്പ ഇഷ്ടമാണ്, പക്ഷെ ഈ ചക്കപ്പുഴുക്കിൻ്റെ അത്രയും ഒരു ഇഷ്ടമില്ലേ കപ്പ കുഴച്ചതും കപ്പപ്പുഴുക്കും ഒന്നും. എന്നാലും എനിക്കിഷ്ടമാണ്. അപ്പം ഇന്നിപ്പോൾ കുറേ നാളായപ്പോൾ എനിക്ക് കപ്പ, ഞാൻ വിചാരിച്ചു കപ്പ ഇതുപോലെ ഞാൻ ഈ ഒരു 6 മണിക്കല്ലേ ഇത് ചെയ്യുന്നത്. അപ്പം കപ്പ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഈ കപ്പയെന്ന് പറയുന്ന സംഭവം പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് ആണല്ലോ, അറിയാം. വണ്ണം, ഈ ഡയറ്റ് നോക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു കപ്പ അധികം അവർ വണ്ണം വയ്ക്കുന്ന ഒരു ഇതാണ് കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കപ്പ റോസ്റ്റ്, കപ്പയും മീനുമാണ് ഏറ്റവും നല്ലത്. കപ്പയും നല്ല മത്തിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ബാലൻസ്ഡ് മീലാണെന്ന് അപ്പം പറഞ്ഞ് കേട്ടിരിക്കുന്നത്, കപ്പയും മീനും ഒക്കെ. പക്ഷെ ഇപ്പം മീൻ എൻ്റെ കയ്യിൽ കൊഴുവ പറ്റിച്ചതായിരുന്നു ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ കപ്പ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ശകലം ഉള്ളി മൂപ്പിച്ച് മുളക് പൊടിയൊക്കെ ചേർത്തല്ലേ, അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ മീൻ കറിയെക്കാട്ടിലും മീൻ കറി ഒന്നും വേണ്ട, അത് മാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഒരു പ്രോട്ടീനായിട്ട് മുട്ട എടുക്കാം, പിന്നെ മീനും ഉണ്ട്, പിന്നെ കുറച്ച് എന്തെങ്കിലും കുക്കുംബറും ക്യാരറ്റും ഒക്കെ കൂടി എടുത്ത് അങ്ങനെ ഒരു മീലായിട്ട് കഴിക്കാമെന്ന്. അപ്പം ഞാൻ കപ്പയെല്ലാം ഇവിടെ കട്ട് ചെയ്ത് ഇച്ചിരി ഉള്ളു, ഇത്രയേ ഉള്ളൂ കണ്ടോ, ഞാൻ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും വെള്ളം തിളപ്പിച്ച് ഊറ്റി അങ്ങനെ കുക്കറിൽ ഞാൻ സത്യം പറഞ്ഞ കപ്പ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതെങ്ങനെ വേഗം എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ വാങ്ങിച്ചത് എനിക്ക് വലിയ പിടുത്തമില്ല. നേരത്തെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിരിക്കുന്നതൊക്കെ നല്ലതായിട്ട് വേകുന്ന കപ്പയൊക്കെ തന്നെയാണ് നേരത്തെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇന്നത്തെ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് എല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര നേരം പിടിക്കുമെന്ന് നോക്കാം, അത് വെന്ത് കിട്ടാനായിട്ട്. അപ്പം എന്തായിരുന്നു, അപ്പം ഇതൊക്കെയാണ്. അപ്പം നമുക്ക് കപ്പ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ കപ്പ റോസ്റ്റ് അല്ലെങ്കിൽ കപ്പയും മുട്ടയും കൂടെ ഒക്കെ കഴിക്കുമ്പോഴത്തേനും ആ ഒരു ഇത് വരും. കപ്പയും മുട്ടയും കൂടി തട്ടുകടയിലൊക്കെ പണ്ട് ഇങ്ങനെ കിട്ടി, ഞാൻ കഴിച്ചിട്ടില്ല. ആ സംഭവമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒത്തിരി അങ്ങ് കഴിക്കല്ലേ നമ്മൾ കപ്പ. പക്ഷെ കപ്പ എന്നെ സംബന്ധിച്ച് കുറച്ചിന്ന് കഴിക്കുമ്പോഴേ എനിക്കൊരു വയറ് നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്കൊരു ശകലം മതി കപ്പയൊക്കെ. കുറച്ചങ്ങോട്ട് കഴിക്കുമ്പോഴത്തേനൊരു വയറ് നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. അപ്പം മുട്ട ഞാനിങ്ങനെ നമുക്ക് ചിക്കി എടുക്കാം. അപ്പം എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഒരു ബാലൻസ്ഡ് മീലാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയൊക്കെ കഴിക്കാം. ഒത്തിരി ഞാൻ കഴിക്കുന്നില്ല, കുറച്ച് നമുക്കിപ്പം എടുക്കാം. ശ്രീഹരി വക കാര്യങ്ങളൊന്നും കഴിക്കാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് ശ്രീഹരി കഴിക്കുമല്ലോ എന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാനിത് കഴിച്ചിട്ട് ബാക്കി അങ്ങ് നാളെ ആവിയേറ്റോ വല്ലതും എടുക്കണം. അപ്പോൾ ഇപ്പം വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇങ്ങനെ സാധാരണ ഡയറ്റ് ചെയ്യുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കലാണ് പതിവ്. ഇതങ്ങ് ഒരുപാട് കഴിക്കുമ്പോഴാണ് ഈ കുഴപ്പം. മീൻസ് കപ്പ മാത്രം അങ്ങ് കഴിക്കുമ്പോഴാണ് നമുക്കത് ശരീരത്തിന് ഇതായിട്ട് വരുന്നത്. ബാലൻസ് ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പം കുഴപ്പമില്ല. ഇപ്പോൾ ചോറിൻ്റെ കൂടെ കപ്പ കഴിക്കുന്നത് ചീത്തയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ചോറും കാർബോഹൈഡ്രേറ്റ് ആണ്, കപ്പയും കാർബോഹൈഡ്രേറ്റ് ആണ്, രണ്ടും കാർബാണ്. അപ്പം ചോറും കപ്പയും ഭയങ്കരമായി കാർബ് കൂടുന്ന സംഭവമാണ്. അതിൽ നല്ലത് കപ്പ ഉണ്ടെങ്കിൽ ചോറ് ഒഴിവാക്കുക, എന്നിട്ട് കപ്പയും മീന് ഇതുപോലെ കപ്പ മുട്ട. ഞാൻ പറഞ്ഞു തന്നത് കപ്പ കഴിക്കുമ്പോൾ കപ്പ മാത്രമായിട്ട് കഴിക്കാൻ നോക്കണം. അതിൻ്റെ കൂടെ ചോറും കപ്പയും എല്ലാം കൂടെ കഴിക്കാതെ കപ്പയും മീനോ കപ്പയും ഈ പറഞ്ഞ അങ്ങനെ കപ്പയും മീനും കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. അപ്പം നമുക്കിനി വെള്ളം തിളച്ചിട്ട് കപ്പയൊക്കെ ഇടാം. വെള്ളം തിളയ്ക്കുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ വെള്ളം ഇവിടെ
തിളച്ചുകൊണ്ടിരിക്കുന്നത് തിളക്കട്ടെ. ഇതെൻ്റെ കൊഴുവ പറ്റിച്ചതാണ്. ഇത് ഞാൻ കുറച്ച് കഷ്ണം നമുക്ക് എടുക്കാം. നല്ലല്ലേ കൊഴുവയൊക്കെ, അപ്പം കഷ്ണം നമുക്ക് എടുക്കാം. ഇത് കപ്പയുടെ വെള്ളം അങ്ങോട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കപ്പ ഇടാം. അപ്പൊ ഇനി കപ്പ റോസ്റ്റ് ഉണ്ടാക്കാൻ മെയിനായിട്ടും വേണ്ട കാര്യം കുഞ്ഞുള്ളിയാണ്. കുറച്ച് കുഞ്ഞുള്ളി ചതച്ച് നമ്മൾ കപ്പ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുഞ്ഞുള്ളി മാത്രം ചതച്ചാണ്. കുഞ്ഞുള്ളി നമുക്കൊരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇത് ചെയ്തേക്കാം, കാരണം കപ്പയുണ്ട് ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മതി, ഒത്തിരി വേണ്ട. കുഞ്ഞുള്ളി ചതച്ച് കുഞ്ഞുള്ളി ഒരുക്കി എടുക്കണം. ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും നേരത്തെ വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുക്കറിലല്ലല്ലോ വെക്കുന്നത്. ഇനി ഇതിനകത്ത് വെച്ച് വെന്തില്ലെങ്കിൽ ഞാൻ കുക്കറിൽ കയറ്റി അടിക്കും, അത് വേറെ കാര്യം. വെള്ളം നല്ലപോലെ തിളച്ചു. നേരത്തേക്ക് വീഴാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഇനി ഇത് വേഗമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. നേരത്തെ വാങ്ങിച്ചൊക്കെ ഇതുപോലെ വേവിക്കുമ്പോഴത്തേനും ഞാൻ ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് വേവിക്കുന്നത്. അയ്യോ ഇതെന്താ കപ്പ വാങ്ങി കല്യാണം കഴിഞ്ഞ് ഇടയ്ക്കെങ്ങാണ്ട് 2. അപ്പൊ ഞാൻ കുറെ നാളായി ഈ പറഞ്ഞ പോലെ കപ്പ മേടിച്ചിട്ട്. പക്ഷെ ഇവിടുന്ന് വാങ്ങിച്ചല്ല എനിക്ക് നല്ല കപ്പയായിരുന്നു, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല വേകുന്ന കപ്പകളായിരുന്നു. ഇതെനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം ഏത് രീതിയിലായത്. അതുകൊണ്ട് ഞാൻ ഇത്ര നേരത്തെ വെച്ച മറ്റൊരു ഞാനൊരു എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ സാധാരണ തുടങ്ങത്തുള്ളൂ. ഈ 4 മണിക്ക് തുടങ്ങിയതിൻ്റെ കാര്യം ഇത് വേഗമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ഒരു 2 വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചാച്ചെടുക്കണം. നമുക്ക് ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ എല്ലായിടത്തും ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടും കപ്പ. മിക്കവാറും കടകളിലും ഞാൻ കപ്പ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മേടിക്കാത്തതിൻ്റെ കാര്യം വലിയൊരു പ്രിയമില്ല കപ്പയോട്. പിന്നെ എന്താണ് അതുകൊണ്ടാണ് വലിയൊരു ഞാനിങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ മാത്രമേ മേടിക്കത്തുള്ളൂ. ചക്ക പോലെ എനിക്ക് ചക്കയുടെ അത്ര എനിക്ക് കപ്പയോട് വലിയൊരു ഇത് ഇല്ല. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നത്തുള്ളൂ. പിന്നെ എനിക്ക് ഇനി മത്തി മേടിക്കുമ്പോൾ ഒന്ന് മേടിക്കണമെന്നുണ്ട്. അപ്പൊ ഞാനുണ്ടല്ലോ ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. കപ്പ വേകുന്നുണ്ട് കേട്ടോ. കപ്പ അത്യാവശ്യം വേകുന്നൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ കുഴയ്ക്കുന്ന പോലെ ഈ കപ്പ റോസ്റ്റിന് അത്രയും അങ്ങ് കുഴച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. കപ്പ ഒരുമാതിരി നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഊറ്റിയെടുത്തിട്ട് അതിങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പം അത്രയും എന്താ പറഞ്ഞാൽ കപ്പ കുഴയ്ക്കുന്ന രീതിയിൽ അത്ര അങ്ങ് വേവിച്ചെടുക്കണ്ട, എന്നുവെച്ചാൽ അങ്ങ് കുഴച്ചെടുക്കണ്ട എന്നർത്ഥം. കപ്പ നന്നായിട്ട് വെന്ത് കിട്ടണം, നല്ലപോലെ തൊടുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കണം. അപ്പൊ ഇനി നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കപ്പ ഊറ്റാം. അപ്പൊ ഞാൻ 2-3 വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതങ്ങ് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ച് ചതക്കുന്നതിൻ്റെ കാര്യം പിന്നെ ഈ കല്ലെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇച്ചിരി ഇങ്ങനെ പരന്ന പാത്രം കൊണ്ട് ചതയ്ക്കാനും കുറച്ച് എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെച്ചങ്ങ് ചതയ്ക്കുന്നു. പാത്രത്തിലിട്ട് അടിക്കാതെ മാക്സിമം നോക്കണം. പിന്നെ ഇതൊക്കെ ഇതിന് അങ്ങ് ഉള്ളിയൊന്നും ഒത്തിരി അങ്ങ് ചതഞ്ഞ് നമ്മുടെ മീൻ വറക്കുമ്പോഴൊക്കെ ഉള്ളി ചതയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തിക്ക് ചതയ്ക്കുന്ന പോലെ ഒന്നും അത്രയൊന്നും ചതയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഉണ്ടോ ഒന്ന് ചതഞ്ഞ് പൊട്ടിയൊന്ന് കിട്ടിയാൽ മതി. ഇതിനെ ചതയ്ക്കുമ്പോഴത്തേനും ഒത്തിരി അങ്ങ് ചതയേണ്ട കാര്യമില്ല. ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി.
ഇനി നമുക്ക് നമ്മുടെ കപ്പ ഊറ്റിയെടുക്കാം. നല്ലപോലെ തിളച്ചിരിക്കുകയാണ്. കപ്പ ഊറ്റുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. തെറിച്ച് വെള്ളം കളയട്ടെ. നമ്മള് ഉപ്പ് ചേർത്തില്ല, മറന്നു. അയ്യോ, കപ്പ തിളയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കേണ്ടതായിരുന്നു. ശകലം സാരമില്ല. ഇനി നമ്മൾ ഇതിനകത്തൊക്കെ ശകലം ചേർക്കും. ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഇടാം. വെന്തു കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. സാധാരണ ഞാൻ കണ്ടിരിക്കുന്ന മീൻസ് സാധാരണ നമ്മൾ കപ്പ ഊറ്റുന്നതിന് മുമ്പ് ഉപ്പിട്ടിട്ടാണ്. കാരണം ഉപ്പിട്ട് വേഗത്തില്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ഇതിങ്ങനെ ഊറ്റിയെടുക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് കുടഞ്ഞു. നന്നായിട്ട് വേകുന്നുണ്ടേ. കുക്കറിലൊന്നും വെച്ചില്ലേലും നന്നായിട്ട് വെന്തു. ഇനി ഇത് കപ്പ റോസ്റ്റ് ആക്കട്ടെ. കപ്പ റോസ്റ്റ് ആക്കുമ്പം എന്തായാലും ഈ ഉള്ളിക്കകത്തൊക്കെ ഇച്ചിരി ഉള്ളി ഇതിനകത്തൊക്കെ ഉപ്പ് ഇടുമല്ലോ. ഈ പാത്രത്തിൽ വേണം. ഈ പാത്രത്തിൽ വേണ്ട. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടിയൊക്കെ ചെയ്യാം. ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് കപ്പ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുകും മുളക് കറിവേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളിട്ട് കടുക് വറുക്കണം. ഇതിന് കപ്പ റോസ്റ്റ് എന്ന് ഞാൻ വിളിക്കുന്നതാണ്. ഇതാണോ ഒറിജിനലി കപ്പ റോസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ പണ്ട് തൊട്ടേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം, മീൻസ് കപ്പയുള്ളപ്പം ചായയുടെ കൂടെ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ കപ്പ റോസ്റ്റ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പൊടികളും മുളക് പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ പൊടി ഒന്ന് മൂത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. എന്നുവെച്ചാൽ ആ കപ്പയിൽ ഇതൊക്കെ ഒന്ന് വേഗം പെരളാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത്. ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വേണ്ട. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് കപ്പയായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡിയായി. നല്ല ഒരു കട്ടൻ ചായയും നല്ല മധുരമുള്ള കട്ടൻ ചായ ഈ ഒരു കപ്പ് റോസ്റ്റ് ഒരു അടിപൊളി കോംബോ ആണ്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ കപ്പ് റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഞാനിനി ഇത് സത്യത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇതിൻ്റെ കൂടെ വേറൊന്നും കഴിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ എടുത്ത് കഴിച്ചാലും മതിന്ന്. പക്ഷെ എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ കപ്പയ്ക്ക് അത് പ്രോട്ടീൻ ഇല്ല. അപ്പം അതിനാണ് ഈ കപ്പയും മീനും ഒക്കെ എല്ലാവരും കഴിക്കുന്നത്. കപ്പയുടെ കൂടെ മീൻ കഴിക്കുമ്പോൾ അതങ്ങ് ബാലൻസ് ആയിക്കോളും. കപ്പയ്ക്ക് അടുത്ത് ഹൈ കലോറിയാണ് കപ്പ. കപ്പയ്ക്കകത്ത് കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചി ആയിട്ടുള്ള സംഭവമല്ലേ കപ്പ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്ന് മീനുണ്ട്. പക്ഷെ മീൻ പറ്റിച്ചാണ്, കൊഴുവയാണ്. അത് ഞാൻ അധികം കഴിയുന്നത്. അതും ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു മുട്ടയും കൂടെ ചിക്കൻ. ആദ്യം ഞാൻ വിചാരിച്ചു 2 മുട്ട മീൻ എടുക്കണത്. പിന്നെ ഞാൻ വിചാരിച്ച കപ്പയല്ലേ, അപ്പം മീനും പിന്നെ ഒരു മുട്ട നമുക്കിങ്ങനെ
ചിക്കി പൊരിച്ച് എടുക്കണം. പിന്നെ കുറച്ച് വെജിറ്റബിൾസും അങ്ങനെ കഴിക്കുമ്പം ഒരു മീലാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നമുക്ക് നമ്മുടെ മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റും കുക്കുംബറും കൂടെ കട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ ഡിന്നർ കംപ്ലീറ്റ് ആകും. അപ്പം ഞാൻ വേഗം എടുക്കട്ടെ, 6 മണി 5:30 കഴിഞ്ഞു. അപ്പം നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എഗ്ഗ്, ഒത്തിരി ഒന്നുമില്ല, ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഇതും ഈ കപ്പയും കപ്പ റോസ്റ്റും അങ്ങനെ മധുരമുള്ള ചായ അല്ലെങ്കിൽ മധുരമുള്ള പാൽ ചായയോ കട്ടൻ ചായയോ എന്താണേലും കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റാണ്. അത് പക്ഷെ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടേസ്റ്റാണ്. പണ്ടൊക്കെ കഴിച്ചിട്ട് കൊച്ചിലൊക്കെ കഴിച്ചിട്ട് എനിക്ക് കപ്പ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു വൈകുന്നേരം 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കപ്പ റോസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ ചായയുടെ കൂടെ കപ്പ റോസ്റ്റ്. അന്ന് പക്ഷേ ഇന്നത്തെ അത്രയും നമ്മൾ ഇതൊന്നും ചിന്തിക്കാതല്ലേ കഴിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇന്ന് പക്ഷെ ഇതൊക്കെ ചിന്തിച്ചാണ് കഴിക്കുന്നത്. ഇതിൻ്റെ വണ്ണമാണ് എന്നെ ഇത്രയധികം ചിന്തിപ്പിച്ചത്. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഭയങ്കര ഗുണം ചെയ്ത ഒരു കാര്യമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ 6 മണി ആകാറായി, ഇതുകൊണ്ട് നിർത്തും. പിന്നെ ഞാൻ രാവിലെ 8 മണിക്ക് കഴിക്കത്തുള്ളൂ. ഇത്രയും നേരം ഫുൾ വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. കപ്പയൊക്കെ തിന്ന് അങ്ങനെ വിശക്കത്തില്ല കേട്ടോ. കപ്പയൊക്കെ തിന്ന കുറേ രാത്രിയിലൊന്നും. പക്ഷെ ഇന്നലെ ഞാൻ കഴിച്ചത് ആക്ച്വലി ചെറുപയർ പുഴുങ്ങിയതും, വൈകുന്നേരം ഡിന്നറിന് കഴിച്ചത് ചെറുപയർ പുഴുങ്ങിയതും ഏത്തപ്പഴം പുഴുങ്ങിയതുമാണ്. അങ്ങനെ കഴിച്ചു. ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർബ്, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റേത് ഫുൾ പ്രോട്ടീനാണ് നമ്മുടെ ചെറുപയർ. അപ്പം എനിക്കത് രണ്ടും കൂടെ കഴിക്കാൻ ഇഷ്ടം. അപ്പം അത് ഒരു ശക്കലം തേങ്ങ തിരുമ്മി അതിനകത്തേക്ക് ഇട്ട് ഉപ്പിട്ട് ചെറുപയർ പുഴുങ്ങിയിട്ട് അതും ഈ നല്ല നാടൻ നേന്ത്രപ്പഴമായിരുന്നു എനിക്ക് കിട്ടിയത്, അതും പുഴുങ്ങിയതും കൂടെ കഴിച്ചു. അത് ആക്ച്വലി അത് പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോൾ ഒന്ന് വിശന്നു. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അതൊക്കെ ഇപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റും, അങ്ങനെയുള്ള വിശപ്പൊക്കെ. ഇത് കഴിച്ചാൽ എനിക്ക് ഉറപ്പാണ് സെറ്റാവും കപ്പ. ഇത് ഈ പോർഷനിൽ കൂടുതൽ ഞാൻ കഴിക്കത്തില്ല. ശ്രീഹരി കഴിക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ നാളെ നമ്മുടെ സ്റ്റീമറി വെച്ചങ്ങ് സ്റ്റീം ചെയ്തെടുക്കും. അപ്പം നാളെ ഞാൻ ഇതുപോലെ തന്നെ, നാളെ എനിക്ക് വേറെ എന്തെങ്കിലും മീൻ മേടിച്ചാലും മത്തി മേടിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഐക്യന്ന് മേടിച്ച ഈ സംഭവത്തിന്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ഇപ്പം ഞാൻ കരിവേപ്പിലിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചീര റെഡിയാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോഴത്തേനും ഞാനിത് കഴിച്ചു കഴിയട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്, എനിക്ക് നല്ല പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാനിങ്ങനെ ചീര ഇങ്ങനെ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ ചീരയെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഇതിനകത്ത് വെച്ച് തന്നെ കഴുകാം. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആലാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പോകും. അപ്പം ആദ്യം നമ്മൾ ഇതിനകത്ത് വെച്ച് ഇത് നന്നായിട്ട്, ചീര ആകുമ്പം ഒരു 5-6 തവണയെങ്കിലും കഴുകണം, എന്നാലേ അതിനകത്തെ മണ്ണും കാര്യങ്ങളും ഒക്കെ പൊടിയൊക്കെ പോകത്തുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ റോഡിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല പൊടിയായിരിക്കും ആ ഇലയിൽ തന്നെ. അപ്പോൾ നല്ലപോലെ ഒലച്ചൊലച്ച് കഴുകിയെടുക്കണം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് അതിനൊരു ഫാൻ പോലെയുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് കറക്കാൻ പറ്റും. അത് കറക്കി കഴിയുമ്പോഴത്തേനും അതിനകത്തു നിന്നുള്ള വെള്ളം ആ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇങ്ങനെ വീഴും. അങ്ങനെ വീഴുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല പോലെ ഇതിങ്ങനെ ഉണങ്ങി കിട്ടും.
നമ്മുടെ ചീരയില കണ്ടോ, ഇത്രയും വെള്ളം ആദ്യത്തെ തവണ കറക്കിയപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. പിന്നെയും രണ്ടാമത്തെ തവണ ഒന്നുകൂടെ കറക്കുക, അപ്പം വീണ്ടും കണ്ടോ വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ കറക്കുമ്പം തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പം നമുക്കിത് അരിഞ്ഞ് പാത്രത്തിലിട്ട് സൂക്ഷിച്ചാൽ കുറേ ദിവസം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും. ആവശ്യം പോലെ നമുക്ക് എന്താ പറയുന്നത് കൂട്ടാനകത്ത് ഇപ്പം കറി വയ്ക്കുമ്പോഴും മറ്റേ ചീരക്കറി വയ്ക്കാനോ തോരൻ വയ്ക്കാനോ അവിയൽ വയ്ക്കാനോ ഒക്കെ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് സ്ഥിരമായി ചീര ഉപയോഗിക്കുന്നവർക്ക് നല്ല യൂസ്ഫുള്ളാണ്, അല്ലാത്തവർക്ക് ചിലപ്പം ഇത് യൂസ്ഫുൾ ആകണമെന്നില്ല. എനിക്കിത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനതിങ്ങനെ അരിഞ്ഞ് പാത്രത്തിലാക്കി അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്, കറിവേപ്പില നന്നായിട്ട് ഡ്രൈ ആക്കി ഇതുപോലെ സൂക്ഷിച്ച് ഇതിനകത്ത് ഡ്രൈ ആക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഉപയോഗം അതാണ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. ഞാനിപ്പോൾ കറിവേപ്പില എല്ലാം അങ്ങനെ കറക്കി വെച്ചിരിക്കുകയാണ്, അതിനൊന്ന് എടുത്ത് വെക്കണം. ചീര അങ്ങനെ ചെയ്ത് വെക്കും. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറിവേപ്പില അതിലിട്ട് കറക്കി നല്ലതായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ, കുറേ ദിവസം ഇരിക്കും നല്ലതായിട്ട്. ഇനി എനിക്ക് ഇഷ്ടംപോലെ പാത്രം കഴുകാനുണ്ട്. ശ്രീഹരിക്ക് ഇന്ന് രാവിലെ രാത്രി ദോശ ഇട്ടാൽ മതി. പിന്നെന്താണ്, അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ കാണിച്ച കോംബോ ചിലർക്കൊന്നും മീൻസ് കോംബോ എന്ന് പറയുമ്പോഴത്തേനും ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, കാരണം അതിനകത്ത് എല്ലാം കൂടി ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഓരോന്ന് നോക്കി കഴിക്കുമ്പം ഈ ഒരു രീതി കഴിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കപ്പ എന്നൊക്കെ പറയുമ്പം ഒരുപാട് ഈ പറഞ്ഞ പോലെ ഭയങ്കര കലോറിയും ഭയങ്കര അതിനകത്ത് പ്രോട്ടീൻ ഇല്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കപ്പയ്ക്കകത്ത് കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് ഭയങ്കരമായിട്ടും ഉണ്ട്. അപ്പോൾ അതാണ് ചില ഡോക്ടർമാരൊക്കെ പറയത്തില്ല, ചോറും കപ്പയും കൂടെ കഴിക്കുന്നതാണ് പ്രശ്നം. ചിലവര് ചോറും കപ്പയും മീൻകറിയും ഇതെല്ലാം കൂടെ കഴിക്കും. അപ്പോൾ അത് ശരീരത്തിന് വലിയ ശരീരത്തിൻ്റെതായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിന് പകരം ചോറ് റീപ്ലേസ് ചെയ്ത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇന്റർമീഡിയറ്റ് വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. നോർമലായിട്ടുള്ളവര്, നോർമൽ ശരീരപ്രകൃതി ഉള്ളവര് അങ്ങനെ മീൻസ് നോക്കണം. എന്നാലും അത്രയ്ക്കൊന്നും ഇപ്പം അങ്ങനെയൊന്നും കഴിച്ചുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഒരു ഡയറ്റിലിരിക്കുന്ന വ്യക്തിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ വണ്ണം കുറയ്ക്കാൻ ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ വണ്ണം കുറയ്ക്കാനല്ല, വണ്ണം മെയിൻറ്റെയിൻ ചെയ്യാനാണ് കഴിക്കുന്നെങ്കിലും ഞാനൊരു ഇത് കാണിച്ചു തന്നതാണ്. അപ്പം നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഉള്ള കുഴപ്പം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലുള്ള സംഭവങ്ങളൊക്കെ ഡെഫിഷ്യൻസീസ് വരാൻ ഇഷ്ടം പോലെ ചാൻസുകൾ ഭയങ്കരമാണ്. ഇത്രയും നേരമൊക്കെ ഇനി ഫാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലപോലെ ഡെഫിഷ്യൻസീസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം കഴിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക. ചുമ്മാ കപ്പ ഇപ്പം ആക്ച്വലി ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റാണ്. കപ്പ റോസ്റ്റും ഒരു മധുരമുള്ള ചായ, ഞാൻ മുമ്പ് പറഞ്ഞല്ല, ചായയും കൂടെ കുടിക്കാൻ എന്തൊരു ടേസ്റ്റ് അറിയോ. നല്ല നല്ല കോമ്പിനേഷൻ. അത് നല്ല മഴയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇതെല്ലാം കപ്പ ഇതുപോലെ ആക്കിയിട്ട് ചായയൊക്കെ ഇട്ട്, അത് കട്ടൻ ചായ, പാൽ ചായ നമ്മൾ 2 നേരം, കട്ടൻ ചായയൊക്കെ നല്ല മധുരമുള്ള കട്ടൻ ചായയൊക്കെ ഇട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് നല്ല സുഖമുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ശനിയാഴ്ച മാത്രം ഞാൻ അങ്ങനെയുള്ള എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിക്കുന്ന ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഞാൻ കുറച്ച് മധുരം എന്തെങ്കിലും കഴിക്കും. കാരണം നമ്മളങ്ങ് ഒത്തിരി അങ്ങ് ഇല്ലാതാക്കുന്നതിലും ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കും അങ്ങനെ. അപ്പം ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ അങ്ങ് പോകാതെ അങ്ങ് തീരുമാനിച്ചു. ഇന്റർമീഡിയറ്റ് വണ്ണം കുറയത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. വണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് പോകും, വണ്ണം കുറയത്തില്ല. കുറയത്തില്ല. കാരണം ഞാൻ അത്യാവശ്യം 3 നേരം നല്ല ആവശ്യത്തിന് മീല് എടുത്താണ് ഞാൻ പോകുന്നത്. പിന്നെ ഇത്രയും നേരം ആ ഫാസ്റ്റിംഗ് കഴിയുമ്പോഴത്തേക്കിനും, അത്ര നേരമുള്ള ഫാസ്റ്റിംഗ് ആക്ച്വലി നല്ലതാണ്. നമ്മുടെ മൈൻഡിനും ബോഡിക്കും ബ്രെയിൻ ഹെൽത്തിനൊക്കെ നല്ലതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് ഞാൻ ഈയിടെ കേട്ടു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവര് ഇതൊന്നും ഡോക്ടർമാരോട് ചോദിക്കാതെ ചാടിക്കയറി ചെയ്യല്, വണ്ണം കുറയ്ക്കാനൊന്നും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്.
ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന എന്ത് അസുഖമുള്ളവരും ഡോക്ടറിനോട് ചോദിക്കാതെ മീൻസ് ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ അങ്ങനെ ചെയ്യുള്ളൂ. ചുമ്മാ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരൊന്നും ഇതൊക്കെ അവരുടെ ഡോക്ടറിനോട് ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ചില ഈ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ വണ്ണമുള്ളവർക്കൊക്കെ ഞാൻ ഇങ്ങനെ പലയിടത്തും കേട്ടിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും അത് റിവേഴ്സ് ആകുന്ന പോലൊക്കെ വരുന്നതെന്നൊക്കെ. പക്ഷെ അതൊന്നും എനിക്കറിയാം. അതൊക്കെ എന്തുമാത്രം അതൊക്കെ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിരിക്കും, ബോഡി ടൈപ്പൊക്കെ അനുസരിച്ചിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഞാൻ പറയുന്നത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഇപ്പം എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിട്ട് വണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ വണ്ണം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്താൽ വളരെ നല്ലതാണ്. നമുക്ക് ഭയങ്കരമായ ഒരു മാറ്റം തോന്നിക്കും. അതുപോലെ ഷുഗർ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് അതുപോലെ മാറ്റം തോന്നിക്കും. ഷുഗർ ഞാൻ പറയാം, ശനിയാഴ്ച മാത്രം ഞാൻ ചായയിലൊന്നും ഞാൻ മധുരം ഇടത്തില്ല. പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കുന്നത് മാത്രം ഞാൻ ഷുഗർ ആഡ് ചെയ്ത് ഷുഗർ വല്ല ഐസ്ക്രീം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പേസ്ട്രി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചില ശനിയാഴ്ചകളിൽ ഞാൻ ചെയ്യും. അതിനോടൊരു ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് ആ ഷുഗർ കട്ടാവുമ്പോൾ തന്നെ നമ്മുടെ ബോഡി, എനിക്കങ്ങനെ വണ്ണം ഉള്ള സമയത്ത് തോന്നിയിട്ടുണ്ട്, ഷുഗർ കട്ടാവുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഒന്ന് ടോൺ ചെയ്ത് ഒന്ന് ട്രിമ്മായ പോലെ തോന്നും. കുറച്ചൊരു 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.